ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജെസീസ് ടേസ്റ്റി പാൻ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഇഡലിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഉഴുന്നും അരിയും ചേർക്കാതെയാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. ഇത് കഴിക്കുമ്പോൾ നമുക്ക് കറിയുടെയും ആവശ്യമില്ല. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കും നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കുന്നത് ഞാൻ റവ ഉപയോഗിച്ചിട്ടാണ്. ഇവിടെ ഞാൻ 1.5 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ റവ ഒന്ന് നമുക്ക് ഒരു വലിയൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് തൈരാണ്. നമ്മൾ എത്ര റവ എടുത്തോ അതേ അളവിൽ തന്നെ തൈരും എടുക്കണം. ഞാനിവിടെ 1.5 കപ്പ് റവയ്ക്ക് 1.5 കപ്പ് തൈര് തന്നെ എടുത്തിട്ടുണ്ട്. പുളിയില്ലാത്ത തൈര് വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്ത് നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇത് 10 മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്കും നമുക്കിതിലേക്കുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് വലിപ്പമുള്ള സവാള ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇവിടെ സവാളയും ഇഞ്ചിയെല്ലാം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾസ് ആണോ ഇഷ്ടം അതെല്ലാം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ക്യാരറ്റും ഒരു 3-4 ടേബിൾ സ്പൂൺ ഗ്രീൻ പീസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ പീസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇതും കൂടി ചേർത്ത് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഇതുവരെ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഈ സമയത്ത് നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് മുളക് പൊടി, ഇതെല്ലാം കൂടി ചേർത്ത് ഇതിൻ്റെ പച്ച ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു 2-3 മിനിറ്റ് വഴറ്റിയെടുത്താൽ മതി. ഈ വെജിറ്റബിൾസ് ഒന്ന് വെന്ത് കിട്ടണം. അതിനായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ വെള്ളം ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ചെറിയ തീയിൽ ഒരു 4-5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഞാൻ 2 മീഡിയം സൈസ് വലിപ്പമുള്ള ഉരുളക്കിഴങ്ങ് ഉപ്പിട്ട് വേവിച്ച ശേഷം നന്നായിട്ട് ഉടച്ചെടുത്തിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും കൂടി ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് വീണ്ടും മിക്സ് ചെയ്തെടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്ത ശേഷം നമുക്ക് തീ ഓഫാക്കിയിട്ട് ഇത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി കയ്യിൽ അല്പം ഓയിൽ തേച്ച ശേഷം നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ നിങ്ങളുടെ ഇഡലിയുടെ പാത്രത്തിൻ്റെ കുഴിക്ക് അനുസരിച്ച് ചെയ്താൽ മതി കേട്ടോ. ചിലവരുടെ ഇഡലി പാത്രത്തിൻ്റെ കുഴി നല്ല വലുതാണെങ്കിൽ അതിനനുസരിച്ച് ഇതുപോലെ പരത്തിയെടുക്കാം. അപ്പോൾ എൻ്റെ പാത്രം എന്ന് പറയുന്നത് വളരെ ചെറുതാണ്, അതുകൊണ്ടാണ് ഞാൻ ചെറുതായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ കുഴിയുടെ വലിപ്പത്തിൻ്റെ അതേ അളവിൽ ഉണ്ടാക്കരുത്, അതിനെക്കാട്ടി കുറച്ചൊന്ന് ചെറുതാക്കിയിട്ട് വേണം കേട്ടോ ഉണ്ടാക്കാനായിട്ട്. ഇതുപോലെ ഞാൻ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഡലി മാവ് ഒന്ന് റെഡി ആക്കി എടുക്കാം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊരു ഇഡലി മാവിൻ്റെ പരുവത്തിലേക്ക് ആക്കിയെടുക്കാം. അപ്പോൾ പാകത്തിന് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ആക്കിയെടുക്കാം. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്, കുറച്ചായിട്ട് ഒഴിച്ചിട്ട് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഈ ഒരു പരുവത്തിലാണ് കേട്ടോ വേണ്ടത്. നമ്മൾ സാധാരണ ഇഡലി മാവിൻ്റെ ആ ഒരു പരുവത്തിൽ തന്നെയാണ് വേണ്ടത്. ഒരുപാട് ലൂസായി പോകരുത്, എന്നാലും ഒരുപാട് തിക്കായി പോവുകയും ചെയ്യരുത്. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് കൂടി പോകരുത്. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ്. അതൊരു 1/2 ടീസ്പൂൺ ചേർത്ത് വീണ്ടും ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം.
ഇനി നമുക്ക് ഇഡലി റെഡിയാക്കാം. അപ്പോൾ ഞാനിവിടെ കുക്കറിൽ വെക്കുന്ന ഇഡലി തട്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അതിൽ കുറച്ചൊന്ന് ഓയിലൊന്ന് തേച്ച് കൊടുത്ത ശേഷം മാവ് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ഒഴിച്ചു കൊടുക്കേണ്ട, കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ് വെച്ചിട്ട് ഒന്ന് കൈ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത് കവർ ചെയ്യുന്ന രൂപത്തിൽ വീണ്ടും കുറച്ചുകൂടെ മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ചെയ്തെടുക്കാം. ഇനി ഞാനിത് വേവിച്ചെടുക്കുന്നത് കുക്കറിലാണ്. അപ്പോൾ കുക്കറിൽ ഞാനിവിടെ വെള്ളം വെച്ചിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വന്ന ശേഷം ഞാൻ തീ കുറച്ച് വെച്ചതാണിത്. ഇനി ഇതിലേക്ക് നമുക്ക് പതുക്കെ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇഡലി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറട്ടെ. ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ചൂടാറിയതിന് ശേഷം ഇത് പെട്ടെന്ന് തന്നെ ഇതുപോലെ ഇളകി വരും. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ സാധാരണ തയ്യാറാക്കുന്ന ഇഡലി പോലെ തന്നെ ഇരിക്കും. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഇത് തയ്യാറാക്കാനും നല്ല ഈസിയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ രാവിലെ റെഡിയാക്കി എടുക്കാം. സാധാരണ നമ്മൾ ഇഡലി മാവിന് തലേ ദിവസം അരച്ച് വെക്കണം, അരി നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് വെക്കണം. ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇത് ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം, ഇതിൻ്റെ ഉൾഭാഗം എങ്ങനെ ഉണ്ടെന്ന് കാണാൻ. നല്ല ടേസ്റ്റാണ്. നമുക്കിത് കറിയുടെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ കറി വേണമെന്നുള്ളവർക്ക് ഒരു ചട്നിയോ അങ്ങനെ എന്തെങ്കിലും മാത്രം മതി. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. ഞാൻ പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.